സാംസ്കാരിക കേരളത്തിന്, രാഷ്ട്രീയ കേരളത്തിന്, സാമൂഹ്യ കേരളത്തിന് പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ KP ശശികല ടീച്ചർ. ശശികല ടീച്ചറിന്റെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ, ശശികല ടീച്ചർ പറയുന്നത് എന്തുവാണെന്ന് അറിയുവാൻ, അത് ഏതെല്ലാം മാധ്യമത്തിലൂടെ ഉണ്ടോ ആ മാധ്യമങ്ങളെല്ലാം തിരയുന്ന ഒരു കേരളം. ആ കേരളത്തിൽ ശശികല ടീച്ചർ ജന്മഭൂമിയുടെ ഈ ആഴ്ചത്തെ വർത്തമാനം പരിപാടിയിൽ നമ്മളോട് സംസാരിക്കുന്നു. ടീച്ചറുമായി കുറച്ചു നേരം നമുക്ക് സംവദിക്കാം. നമസ്കാരം ടീച്ചർ. ടീച്ചറെ, ഞാൻ താരതമ്യം ചെയ്യുകയല്ല, അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. മാതാ അമൃതാനന്ദമയി ദേവി കേരളത്തിലെ മുഴുവൻ ജനതയും അമ്മയുടെ അടുത്ത് ചെല്ലുന്നത് സന്തോഷം അറിയിക്കുന്നതിനേക്കാൾ കൂടുതൽ സങ്കടങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ്. ആ സങ്കടങ്ങളെല്ലാം കേട്ട് അതെല്ലാം പരിഹാരം കൊടുക്കുന്ന അമ്മ അത്ഭുതമാണ്. ഇതുപോലെ ഞാൻ ടീച്ചറിന്റെ കാര്യത്തിൽ ചില കാര്യത്തിൽ ആലോചിക്കുമ്പോൾ ടീച്ചറിനെ ചീത്ത വിളിക്കാത്ത ആൾക്കാരില്ലേ? ഞങ്ങളൊക്കെ വളരെ സങ്കടപ്പെടാറുണ്ട് ചില സമയങ്ങളിൽ. ഏതൊരു വ്യക്തിയായാലും ശരി, ഒരു സമൂഹത്തിൽ അഭിപ്രായം പറയുന്ന ഒരാൾ അദ്ദേഹത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നത്, ഇത്രമാത്രം ഹീനമായ ഭാഷയിൽ സംസാരിക്കുന്നത്, ഇതെല്ലാം കേട്ടിട്ടും ടീച്ചർ ഒരു സ്ഥിതപ്രജ്ഞ സ്വഭാവത്തിൽ അതിനോടെല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി എങ്ങനെ അത് സാധിക്കുന്നത്? അല്ല, അവർ ചീത്ത വിളിക്കുന്നത് ശശികല എന്ന വ്യക്തിയല്ല, ശശികല എന്ന ടീച്ചറെയല്ല. ഞാൻ 10-37 വർഷം ജോലി ചെയ്തു, എന്നെ അവിടെ നേരം ചീത്ത വിളിച്ചിട്ടില്ല. ശശികല എന്ന വ്യക്തിയെ നേരിട്ടാലും ഇതുവരെ ചീത്ത പറഞ്ഞിട്ടില്ല. അവർ ചീത്ത വിളിക്കുന്നത് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെയാണ്, ഞാൻ പങ്കെടുക്കുന്ന സമരങ്ങളെയാണ്. അപ്പോൾ തീർച്ചയായും അതിൽ സന്തോഷമല്ലേ വേണ്ടത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയൊക്കെയോ കൊള്ളുന്നുണ്ട്, ആർക്കൊക്കെയോ പൊള്ളുന്നുണ്ട്. ആരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊള്ളുന്നുണ്ടോ പൊള്ളുന്നുണ്ട്, അതിൻ്റെ ബാക്കിയാണ് അവരുടെ അത്തരം ജൽപ്പനങ്ങൾ. അപ്പം ഞാനത് ആസ്വദിക്കുകയാണ്, അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു സംഘടനയുടെ ചുമതലയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് വരുത്തല്ല, അതിൻ്റെ ഫലം വേണമല്ലോ. അപ്പോൾ ആ ഫലം ഉണ്ടാകുന്നു എന്നതിലാണ് ഇതിനെയൊക്കെ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി നേരിടാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് ഭാഗം ഞാൻ മനസ്സിലാക്കുന്നത്, ടീച്ചർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, അതിലുള്ള ഒരു കാഴ്ചപ്പാട്, അതിന് നേർ വിപരീതമായിട്ട് അതൊരിക്കലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് ഉപരിപ്ലവമായി മാത്രം കാണുകയും വെറുതെ ഈ തരത്തിലുള്ള ഈ ദുർബലമായ വാദങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യുന്നത് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നു. അത് അവർക്ക് ഉത്തരവില്ല. ഇപ്പൊ നമ്മൾ വിവേചനങ്ങളെയായിരിക്കാം പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്, സർക്കാർ നടപടികളുടെ തെറ്റിനെ ആയിരിക്കാം ചൂണ്ടിക്കാണിക്കുക. അവർക്ക് ഉത്തരം ഉണ്ടെങ്കിൽ അവർ അതിലാണ് ഉത്തരം പറയേണ്ടത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും, ചിലപ്പോൾ മന്ത്രിമാർ വരെ ഇതിന്റെ നമ്മൾ ഉന്നയിക്കുന്ന വാദഗതിയെ പറ്റിയിട്ട് അവരൊന്നും സംസാരിക്കാറില്ല. മറിച്ച് ഈ ആക്ഷേപങ്ങൾക്കാണ് അവർ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ മുന്നോട്ട് വെക്കുന്ന വിവേചനങ്ങൾ ശരിയാണ് എന്നുള്ളതാണ്. അത് ശരിയല്ല എങ്കിൽ അവർ ഇന്ന കാരണം കൊണ്ട് ടീച്ചർ പറഞ്ഞ കാര്യം തെറ്റാണ്, ടീച്ചർ എന്ന് പറയണ്ട, ശശികല എന്ന് പറയാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം, ആ പറഞ്ഞത് തെറ്റാണ്, ഇതാണ് അതിൻ്റെ വാസ്തവം എന്നാണല്ലോ പറയേണ്ടത്. അപ്പൊ അങ്ങനെ അവർക്കൊരു സത്യം വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കുന്നതിന്റെ ബാക്കിയാണ് ഈ ബഹളം വെക്കലൊക്കെ. ഉത്തരവുണ്ടെങ്കിൽ ചോദ്യത്തിന് ഉത്തരം പറയുമായിരുന്നു, ഉത്തരവില്ലാത്തത് കൊണ്ട് എന്നെ തെറി വിളിച്ച് ആ അന്തരീക്ഷം മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് വാസ്തവം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഡൈവേർഷൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം. അതാണ് അവരുടെ ഉദ്ദേശം, ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാലോ, ഇപ്പോ ശബരിമല കൊള്ളയൊക്കെ നടക്കുമ്പോൾ തന്നെ അത് ഉന്നത അധികാരികളിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ അവർ മറ്റേതെങ്കിലും ഒരു വാർത്തയിട്ട് അതിനെ വെട്ടുന്ന ഒരവസ്ഥയാണ്. അത് തന്നെയാണ് ഈ കാര്യത്തിൽ നടക്കുന്നത്. ഇത് ശ്രദ്ധിക്കരുത്. ഈ വിവേചനം, നമ്മൾ തുറന്നു പറയുന്ന വിവേചനം, അത് ജനശ്രദ്ധയിൽ എത്തിക്കാതിരിക്കാൻ അവർ ബഹളം കൂട്ടുന്നു. അവർ ബഹളം കൂട്ടുന്നതിനനുസരിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ ശക്തമായി പറയുന്നു. ടീച്ചർ, ഈ വേറൊരു കാര്യം, ടീച്ചർ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഈ ഹിന്ദുത്വം, ഹിന്ദു സംഘടന, KP ശശികല, നേരത്തെ പറഞ്ഞ വ്യക്തി, ഈ മൂന്ന് ഇതിനെ വ്യത്യസ്തമാക്കി കാണുകയും പറയുകയും ചെയ്താൽ എന്താണ് അതിന്റെ ഒരു? അല്ല, KP ശശികല എന്ന വ്യക്തിക്ക് അവിടെ പ്രാധാന്യമില്ല. ഹിന്ദു സമൂഹത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യാനും പരിഹരിക്കാനും വേണ്ടിയാണ് ഹിന്ദു ഐക്യവേദി എന്ന സംഘടന രൂപീകരിച്ചത്. ആ സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ എനിക്കതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. ആ സംഘടനയുടെ ഓരോ പ്രവർത്തകനെയും പോലെ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഹിന്ദു വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുക, സമരങ്ങളിൽ പങ്കെടുക്കുക, അത് ശ്രദ്ധിക്കേണ്ട ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരുടെ അടുത്തേക്ക് അത് എത്തിക്കുക, ആ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് ഇത് മൂന്നും തമ്മിൽ ഭേദം വന്നാൽ ഒരിക്കലും പരിപാടി നമ്മൾ ഉദ്ദേശിച്ച തലത്തിൽ എത്തില്ല. ഭേദമില്ലാതെ ഏത് സംഘടനാ പ്രവർത്തകനും അങ്ങനെയാണ് വേണ്ടത്. അവരുടെ ആദർശവും അവരുടെ സംഘടനയും അവരുടെ വ്യക്തിയും, ഇത് മൂന്ന് തലത്തിൽ നിന്നാൽ എവിടെ എത്തില്ല. ഇത് മൂന്നും ഒരുമിച്ച് ചേർന്ന് പോകണം. ചരിത്രം പഠിപ്പിക്കുന്ന, സംസ്കാരം പഠിപ്പിക്കുന്ന ടീച്ചർ സംസാരിക്കുന്ന കാര്യങ്ങളിൽ എല്ലാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സ്വഭാവമായി ഞാൻ കാണുന്നത്, ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും എന്ത് പറഞ്ഞാലും അതിലെല്ലാം കാണുന്നത് ഹിന്ദു ഐക്യം എന്നുള്ളൊരു ഉദ്ദേശമാണ്. പക്ഷേ വാസ്തവത്തിൽ ഹിന്ദു ഐക്യം എന്ന് പറയുന്നത് നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്?
ഹിന്ദു ഐക്യം എന്നുള്ളത് സത്യം പറഞ്ഞാൽ അതിൽ ആന്തരികമായി വലിയ വെല്ലുവിളികളൊന്നും നേരിടുന്നില്ല. കാരണം നമ്മൾ ഒരേ അമ്പലത്തിൽ പോകുന്നവരാ ഹിന്ദുക്കൾ, ഒരേ ശ്മശാനത്തിൽ ഒടുങ്ങാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഇന്നലെകളിൽ ആചാരപരമായി അകന്ന് നിൽക്കുമ്പോഴും അവർ നമ്മൾ മനസ്സുകൊണ്ട് അകൽച്ചയൊന്നുമില്ല, വലിയ തർക്കങ്ങളില്ല. അപ്പോൾ നമ്മൾ ഐക്യമുണ്ട് എന്ന് വിചാരിക്കുന്ന, അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളത് ഇസ്ലാമിക ക്രൈസ്തവ വിഭാഗങ്ങളാണ്. അവർ പലരും ഒരു പള്ളിയിൽ പോവില്ല. ക്രൈസ്തവ സമൂഹത്തിന് ഒരു ശ്മശാനത്തിൽ കിടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. ഇസ്ലാമിക സമൂഹമൊക്കെ ചിലപ്പോൾ ഓരോ വാക്കിനെ പറ്റി പോലും വലിയ തർക്ക വിതർക്കങ്ങൾ നടക്കും. ഇതൊന്നും ഹൈന്ദവ സമൂഹത്തിലില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് ഒന്നിക്കാൻ ഇത്ര സാധ്യതയുള്ള മറ്റൊരു വിഭാഗം ഇല്ല, ഹിന്ദുക്കളെ പോലെ മറ്റൊരു വിഭാഗം ഇല്ല. കാരണം ഇവിടെ ഗൗരവമുള്ള തർക്കങ്ങളൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് നല്ലവരായി പോയതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിന്നാൽ അത് മറ്റാർക്കെങ്കിലും ഭീഷണിയായി പോവുമോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും മനസ്സ് വേദനിക്കുമോ എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളിത് ഒന്നിച്ച് നിൽക്കുന്നു എന്ന് പറയാനുള്ള മടി മാത്രമാണ് ഹൈന്ദവ സമൂഹത്തിന്. അതിനേക്കാൾ ഉപരി, ആ മടിയേക്കാൾ ഉപരി രാഷ്ട്രീയമായ പല അല്ലെങ്കിൽ പല ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ആയാൽ അവന് ഹിന്ദുത്വം പറയാൻ പാടില്ല. ഉള്ളിലുണ്ടാകാം, ഞങ്ങളോടൊക്കെ വ്യക്തിപരമായി ഇവർ സംസാരിക്കും, പക്ഷെ വിശ്വാസം ഉണ്ടാകാം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ വിവേചനം ഉണ്ടെന്ന് അവർക്കറിയാം, പക്ഷെ അവർക്കത് തുറന്നു പറയാൻ പാടില്ല. അവർ പോലും പല വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കും, ഞങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ, നിങ്ങൾ ഏറ്റെടുക്കൂ എന്ന് പറയുമ്പോൾ അവർ ധരിക്കുന്നത് അവർ പാർട്ടിയുടെ അടിമയാണ്. പാർട്ടി നിശ്ചയിക്കുന്നതിന് അപ്പുറത്തേക്ക് അവർക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇത് തന്നെയാണ് കോൺഗ്രസ്സുകാരുടെ അവസ്ഥ. അവർക്കറിയാം മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അവരെ ഏറ്റൊഴിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി പോലും നാളെ എന്തായെന്ന് അവർ ഭയന്നാണ് നിൽക്കുന്നത്. പക്ഷെ അവർ വിചാരിക്കുന്ന ഒരു പാർട്ടിയുടെ അടിമയാണ്. അതുകൊണ്ട് ഇതിനെ മറികടന്നവർക്ക് സംസാരിക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് കോൺഗ്രസിലെയോ CPM-ലെയോ അല്ലെങ്കിൽ ഏത് പാർട്ടിയിലെയോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ഈ അടിമത്തം ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല. അവരുടെ മതത്തെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട് അവർ അഭിപ്രായം പറഞ്ഞിരിക്കും. അത് അയോധ്യ പ്രശ്നമായാലും ശരി, അത് CAA വിഷയമായാലും ശരി, അവരെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും അവരുടെ നയത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ചങ്കൂറ്റവും തൻ്റെ ഇടവും അവർക്കുണ്ട്. നേരെ മറിച്ച് ഹൈന്ദവ സമൂഹം അവരുടെ അകത്ത് എന്താണെങ്കിലും പാർട്ടി പറയുന്നതിനോട് ചേർന്ന് നിൽക്കേണ്ടുന്ന ഒരു ദുരവസ്ഥ വരുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രമാണ് ഹൈന്ദവ ഐക്യം നടക്കാത്തത്, അല്ലാതെ ആന്തരികമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് വാസ്തവം. അത് വാസ്തവത്തിൽ ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുകൊണ്ട് അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ഒരു അടിസ്ഥാന തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അവനവൻ ആരാണെന്നുള്ള തിരിച്ചറിവാണില്ല. ശരി, എന്താണ് നമ്മുടെ സാധ്യത? അപ്പം അവരവിടെ ധൈര്യപൂർവ്വം പറഞ്ഞിരുന്നുവെങ്കിൽ, ഇപ്പം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അവരവർക്ക് പറയാനുള്ളത് അവർ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അവർ ബഹുമാനിക്കപ്പെടുമായിരുന്നു. നട്ടെല്ല് വളച്ചു നിൽക്കുന്നവൻ്റെതല്ല ലോകം, നട്ടെല്ല് നിവർത്തി നിൽക്കുന്നവൻ്റെയാണ്. അത് മറന്നുപോകുന്നു ഓരോ പാർട്ടിയിലും പെട്ടവർ. അപ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അടിമത്തമാണ് ഹിന്ദുവിൻ്റെ ഐക്യത്തിന് ഇന്ന് ഭീഷണിയായി നിൽക്കുന്നത്. പക്ഷേ സാമുദായിക സംഘടനകൾ നമ്മളതിനെ വിളിക്കുമ്പോഴും അത് സാമൂഹ്യ സംഘടനകൾ തന്നെയാണ്, ആ സേവന സംഘടനകളും. ഇതിന്റെ ഒരു കാഴ്ചപ്പാട് ഏതോ ഘട്ടത്തിൽ രാഷ്ട്രീയമായി അതിരാഷ്ട്രീയമായി ഏതോ തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് വലയിലായിപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും അതിൻ്റെയൊക്കെ സ്ഥാപനം ആ ഉദ്ദേശത്തോടു കൂടിയായിരുന്നില്ല. ഏത് സാമുദായിക സംഘടന അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനയും അത് തുടങ്ങിയത് വിശാലമായ കാഴ്ചപ്പാടോട് കൂടി ഓരോ സമുദായത്തെയും നന്നാക്കിയെടുത്ത് ഹിന്ദു ഐക്യത്തിലേക്ക് വഴിവെക്കുക എന്നുള്ളതാണ്. കാരണം അതല്ലാതെ ഒന്നിച്ചൊരു ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നായരാദ്യം അവരുടെ വിഷയങ്ങൾ പരിഹരിച്ച് അവരാരാണെന്ന് ബോധ്യപ്പെട്ട് അവർ സംഘടിക്കണം, എന്നിട്ട് ഹിന്ദു ആകണം. ഈഴവൻ അവരുടെ ഇടയിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അല്ലെങ്കിൽ അവരുടെ ശക്തി ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ നീക്കിക്കൊണ്ട് അവർ ശക്തരായി അവർ ഹിന്ദുവിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഹിന്ദു ഐക്യത്തിന് മുതൽക്കൂട്ടാകണം. ഇതേപോലെ തന്നെ ഈഴവ പുലയ സമൂഹമാകാം അല്ലെങ്കിൽ വിശ്വകർമ്മ സമൂഹമാകാം, സംഘടനകൾ ഉണ്ടായത് അവരെ നന്നാക്കിക്കൊണ്ട് ഹൈന്ദവ ഐക്യത്തിലേക്ക് മുതൽക്കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മതില് പടുക്കണമെന്നുണ്ടെങ്കിൽ കല്ലോരോന്നും ചെത്തി ഒരുക്കണം. അങ്ങനെ എടുത്ത കല്ല് കൊണ്ട് കെട്ടിവെച്ചാൽ അത് ഒരിക്കലും ലെവല് ശരിയാവില്ല, മതിൽ ദീർഘകാലം നിൽക്കില്ല. ഓരോ കല്ലും ചെത്തി ഒരുക്കിയിട്ട് പടുക്കുന്ന മതിലാണ് ഭംഗിയുണ്ടാവുള്ളൂ, അതിനെ ഉറപ്പുണ്ടാവുള്ളൂ. ആ കല്ല് ചെത്തിയെടുക്കുന്ന ദൗത്യമായിരുന്നു സാമുദായിക സംഘടനകൾ ചെയ്തത്. അവരുടെ ഉദ്ദേശം വലിയൊരു കോട്ടയോ മതിലോ ഹിന്ദു ഐക്യം എന്ന കോട്ടയോ മതിലോ ഉണ്ടാക്കുക. പക്ഷേ ഇടക്കാലത്ത് എവിടെയോ വെച്ച് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരൻ്റെ, നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ വാക്കുകൾ കടമെടുത്താൽ, രാഷ്ട്രീയക്കാരൻ്റെ വാലോ ചൂലോ മാത്രം ആണ് അവർ എന്നൊരു ധാരണ അവരിലേക്ക് കടത്തിവിടാൻ ഇവർ വിജയിച്ചു, രാഷ്ട്രീയക്കാർ വിജയിച്ചു. അല്ലെങ്കിൽ അത് നമ്മുടെ പരാജയമായിട്ട് മാറി. അവിടെ തൊട്ട് സാമുദായിക സംഘടനകൾക്ക് ഒരു സമ്മർദ്ദ ശക്തിയാകാൻ സാധിക്കാതെയും വന്നു കേരളത്തിൽ. ഇസ്ലാമിക ക്രൈസ്തവ സംഘടനകൾ ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ അടുത്ത് കൊണ്ടു കൊടുക്കുന്നത് പോലെ ഇവിടുത്തെ സാമുദായിക സംഘടനകൾക്ക് വിലപേശൽ ശേഷി ഇല്ലാതായി. കാരണം രാഷ്ട്രീയക്കാരുടെ അടിമയാക്കി അവരെ മാറ്റിപ്പോയി. അത് രാഷ്ട്രീയത്തിലെത്തി പരീക്ഷണം നടത്തിയ ഒരു പരാജയത്തിന്റെ അടിസ്ഥാനത്തിലാണോ,
അതോ രാഷ്ട്രീയ ശക്തിയാകാൻ ഇവർക്കാവില്ല, ഇവരെ ഇങ്ങനെ തന്നെ നിലനിർത്തേണ്ടത് ആവശ്യമാണ്? അങ്ങനെ നിലനിർത്തുന്നതിൽ രാഷ്ട്രീയക്കാർ വിജയിച്ചു എന്നുള്ളതാണ്. ശരി. അതിനൊരു പക്ഷേ പദവികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകാം, അതിനൊരു പക്ഷേ അവരെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടാകാം. പക്ഷേ നടന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുകയല്ല, രാഷ്ട്രീയത്തിന്റെ അടിമകളാവുകയാണ് ഉണ്ടായത്. ഈ മറ്റൊരു ഭാഗം നോക്കുന്ന സമയത്ത് ഈ സമുദായത്തെയും സ്വന്തം വിശ്വാസത്തെയും ഈ ദേശീയതയെയും എല്ലാം ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും രാഷ്ട്രീയക്കാര് ഈ ഭരണതലത്തിൽ നടത്തുന്ന ഇത്തരം കാര്യങ്ങളിലോട് ഏറ്റവും കുറഞ്ഞത് ആ വിഷയങ്ങളിലെങ്കിലും ഒരു സ്ഥിരമായ നിലപാടെടുത്തിട്ട് ഈ സംഘടനകൾക്ക് എന്ത് അത് വേണ്ടതായിരുന്നു. അത് ഒരു പക്ഷേ അണികൾ കൊടുക്കുന്ന ഒരു മറ്റേ പിന്തുണ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ടോ അറിയില്ല. അങ്ങനെ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്ലാമിക ക്രൈസ്തവ സംഘടനകൾക്കൊക്കെ കിട്ടുന്ന ആ ഒരു നിലയും വിലയും ഹൈന്ദവ സംഘടനകൾക്കും കിട്ടുമായിരുന്നു. പക്ഷേ അവിടെ ഇപ്പം നമുക്ക് കാണാം, അവിടെയൊക്കെ ചെന്ന് ഏത്തവിടുന്നവർ, അവിടെയൊക്കെ ചെന്ന് കാല് നക്കി കൊടുക്കുന്നവർ, ആ ഭാഷ തന്നെ പറയട്ടെ, ഹിന്ദു സംഘടനാ നേതാക്കൾക്ക് അല്ലെങ്കിൽ സാമുദായിക സംഘടനാ നേതാക്കൾക്ക് എതിരെയാണ് അവരുടെ ശക്തി മുഴുവൻ പ്രയോഗിക്കുന്നത്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ പറ്റി സതീശന് പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതിനിധിയാണ്, അതിന്റെ ചുമതലയിൽ ഇരിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി. അതിനെപ്പറ്റി പോലും ചിന്തിക്കാതെ മറ്റൊരു സംഘടനയുടെ വേദിയിൽ പോയി മറ്റൊരു സാമുദായിക നേതാവിന്റെ മുന്നിൽ വെച്ച് ഇദ്ദേഹത്തെ ഇകഴ്ത്താൻ കഴിഞ്ഞത് ഈ വേണ്ടടുത്ത് നമ്മൾ നട്ടെല്ല് നിവർത്തി നിന്ന് നമ്മുടെ അടുത്തേക്ക് സംഘടനകളെ വരുത്താൻ കഴിഞ്ഞില്ല എന്നതിന്റെ ബാക്കിയാണ്. അത് രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ പ്രശ്നം കൂടിയുണ്ട്. തീർച്ചയായും. അത് പൊതുവെ നമ്മൾ ഈ മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ ഉറച്ചു പോകും. അത് സത്യമാണ്, മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ മറ്റുള്ളവരൊക്കെ മതത്തെ കൊണ്ട് അല്ലെങ്കിൽ മതം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ മാത്രമായിട്ട് അകന്നു നിന്നുകൊണ്ട് കാര്യമില്ല. ആ അകന്നു നിൽക്കലാണ്, മര്യാദയുടെ പുറത്താണ് സംഭവിച്ചതൊക്കെ. പക്ഷേ മര്യാദക്കാരന് പലപ്പോഴും ദോഷം ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥിതിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ടീച്ചർ, ഈ രാഷ്ട്രീയത്തിന്റെ ഒരു കാര്യം പറയുന്ന സമയത്ത് രാഷ്ട്രീയത്തിൽ ഈ മതേതരത്വം അല്ലെങ്കിൽ സഹിഷ്ണുത, സഹനം, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെല്ലാം ഏകപക്ഷീയമായി പോകുന്നു എന്നുള്ളതാണ് ടീച്ചർ പറയുന്ന ഒരു കാര്യം. ഏതോ തരത്തിൽ ഏതോ ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് അതെല്ലാം ഏകപക്ഷീയമായി പോകുന്നു. പക്ഷെ ഏകപക്ഷീയമായി പോകുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ഈ രാഷ്ട്രീയ ഐക്യമില്ലായ്മയല്ലേ വാസ്തവത്തിൽ അതിന്റെ അടിസ്ഥാന ആണ്. അതായത് തകരാറ് നമ്മൾ നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞില്ല അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതേതരത്വം അല്ലെങ്കിൽ സഹിഷ്ണുത ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒറ്റ അർത്ഥമാണ് എടുക്കേണ്ടത്, ഹിന്ദു വിരുദ്ധം എന്നുള്ളതാണ്. ഞാൻ മതേതരനാണ് എന്നൊരു ഹിന്ദു നേതാവ് അല്ലെങ്കിൽ ഒരു നേതാവ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് ഹിന്ദു സംഘടനകളുമായി ബന്ധമില്ല, ഞാൻ വർഗീയവാദി അല്ലെങ്കിൽ ഇന്നയാൾ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ അതിനുള്ളൂ, അയാൾ ഹിന്ദു സംഘടനയുടെ ആളുകളാണ് അല്ലെങ്കിൽ ഹിന്ദു സംഘടനയുമായി ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ ഒരു അർത്ഥം മലയാള ഭാഷയിൽ ഈ പദങ്ങൾക്ക് ഇന്ന് കാലം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പന് വഴിപാട് കൊടുത്താൽ നരകം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ വിളിച്ചാൽ നരകത്തിൽ പോവും എന്ന് പറഞ്ഞയാളും മതേതരനാണ്. മതമാണ് പ്രശ്നം എന്ന് പറയുന്നയാളും മതേതരനാണ്. എൻ്റെ മതത്തിൽ കൂടി മാത്രമേ സ്വർഗത്തിലെത്തൂ എന്ന് പറയുന്നവനും മതേതരനാണ്. എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്, അതുപോലൊരു അവകാശം ഞങ്ങൾക്കും ഉണ്ട് എന്നെങ്ങനെ ഹിന്ദുക്കൾ പറഞ്ഞാൽ അവർ വർഗീയവാദിയായി പോവുകയും ചെയ്യും. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാവും. എപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഏത് പാർട്ടിയുടെ അനുകൂലമായിട്ടൊരു സിംഗ് ഉണ്ടാകുന്നോ അവരാണ് രാഷ്ട്രീയത്തിൽ ജയിക്കുന്നത്. പക്ഷേ ഈ വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്ന ഒരു വാക്ക് പറയുകയും അത് ശരിക്കും വർഗീയ ധ്രുവീകരണം ഒന്നുണ്ടോ, അതോ എന്താണ് അതിൻ്റെ ഒരു? വർഗീയ ധ്രുവീകരണം ഉണ്ടായി വരുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ തരം പോലെ അവരെ ധ്രുവീകരിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ അവർ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ കൊതിയും മതിയും കെട്ട ഹൈന്ദവ സമൂഹം ഒരുപക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ധ്രുവീകരണത്തിന്റെ സാധ്യത നമ്മളിലും ഉണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ ആ ശക്തമായ രാഷ്ട്രീയ കെട്ടുപാടുകൾക്കുള്ളിൽ നിന്ന് ഒന്ന് മോചനം നേടിയാലാണ് അങ്ങനെ ഒരു ധ്രുവീകരണം നടക്കുകയുള്ളൂ. മറ്റ് ഇസ്ലാമിക ക്രൈസ്തവ ധ്രുവീകരണം നടക്കുന്നുണ്ട്, അതൊരു വാസ്തവമാണ് എന്ന് തന്നെ നമുക്കറിയാം. കാരണം അവർ ആരാധനാലയങ്ങളിൽ വരെ തീരുമാനിച്ചിട്ടാണ് വോട്ട് എങ്ങോട്ട് പോകണം എന്നുള്ളത്, ആരാധനാലയങ്ങളിൽ വരെ തീരുമാനിച്ചിട്ടാണ് വോട്ട് പോകുന്നത്. അതുകൊണ്ട് ഹൈന്ദവ സമൂഹം മാത്രം വോട്ട് മൂന്നാക്കി ഭാഗം വെച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഏറെക്കുറെ തിരിച്ചറിഞ്ഞു വരുന്നു. മറ്റുള്ളവർ എങ്ങോട്ട് കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും അങ്ങോട്ട് കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് നേടാവുന്നതൊക്കെ നേടുമ്പോൾ നമ്മൾ മാത്രം ശക്തമായ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് മൂന്നാക്കി വീതം വെച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ടീച്ചർ നേരത്തെ പറഞ്ഞില്ല, മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഈ മതപരമായ ഒരു ബോധം ഉണ്ടാവാതിരിക്കുന്നത് കൊണ്ടല്ലേ ഈ പറഞ്ഞ വാസ്തവത്തിൽ ഹൈന്ദവ സമൂഹത്തിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു രാഷ്ട്രീയ ഇതരമായ ഈ സംഘടന, ഇപ്പോൾ ടീച്ചർ പ്രവർത്തിക്കുന്ന ഹിന്ദു ഐക്യവേദി,
ഇത്രയേറെ ഹിന്ദു സംഘടനകൾ ഉള്ള എൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ എനിക്ക് 40-ലേറെ ഹിന്ദു സംഘടനകൾ അതിൽ ഉണ്ട്, ചെറിയതും വലുതുമായി. ഈ സംഘടനകൾക്ക് ഇത് സാധിക്കാതെ വരുന്നുണ്ടോ, അതോ അതിന്റെ ഒരു പരിണാമഘട്ടത്തിലാണോ? എന്താ അതിന്റെ ഒരു ഇപ്പോഴത്തെ? അല്ല, കേരളം രാഷ്ട്രീയ പ്രബുദ്ധമാണ് എന്നും വിദ്യാസമ്പന്നമാണ് എന്നൊക്കെ പറയുന്നത് അത് കാണുന്നത് ശരിക്കും ഹൈന്ദവ സംഘടനകളിലാണ്. കാരണം അവർ ആ പ്രബുദ്ധതയ്ക്കനുസരിച്ചാണ് ഹൈന്ദവ സമൂഹം നിൽക്കുന്നത്. കാരണം നമ്മൾ ആശയങ്ങളെ ആദർശങ്ങളെ ഒന്നും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല കാണേണ്ടത് എന്നൊക്കെയുള്ള വിശാലമായ കാഴ്ചപ്പാടിൽ അവർ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ അവരോട് നിങ്ങളൊന്ന് താഴേക്ക് ഇറങ്ങുന്ന പറയുന്നത്, അവരുടെ ഉദാത്തമായ അല്ലെങ്കിൽ പ്രബുദ്ധമായ ഭാവത്തിൽ നിന്ന് ഇന്നത്തെ ഗതികെട്ട അവസ്ഥയിൽ ഒന്ന് താഴത്തേക്ക് ഇറങ്ങുന്നതാണ് പറയണത്. കാരണം അതല്ല എങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. അതല്ല ശരി, പക്ഷെ നിലനിൽപ്പില്ല. അത് നമ്മൾ ഒരു യുദ്ധനീതി എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ആപത് നീതി എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഉണ്ടായി പോകുന്ന ഒരു അവസ്ഥയിലാണ് ശരിക്കും ഈ ചെയ്യുന്നതാണ് ശരി. രാഷ്ട്രീയമായ ആശയാദർശങ്ങൾ നോക്കിയാണ് വോട്ട് ചെയ്യേണ്ടത്. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ആ കടമ മറന്നപ്പോഴാണ് നമുക്ക് തിരിച്ച് ചിന്തിക്കേണ്ടി വന്നത്. ഇവിടുത്തെ രാഷ്ട്രീയം എല്ലാ മതസ്ഥരോടും ഒരുപോലെ നിന്നോട്ടെ, നമുക്കൊരിക്കലും രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. പക്ഷെ കൂട്ടിക്കലർത്തേണ്ട കാര്യം വന്നത് ഹിന്ദുക്കൾ മാത്രം ഇവിടെ ഏതോ രണ്ടാനമ്മയുടെ മക്കളാണ് എന്ന ഭാവം വന്നതുകൊണ്ടാണ് രാഷ്ട്രീയത്തെയും മതത്തെയും കൂട്ടിക്കെട്ടേണ്ടി വന്നത്. അപ്പം നമ്മുടെ സാമുദായിക സംഘടനകളൊക്കെ ചെയ്യുന്നതും അവർ വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത്, രാഷ്ട്രീയവും മതത്തെയും കൂട്ടിക്കെട്ടാതെ ഇരിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ കൂട്ടിക്കെട്ടിയേ മതിയാകുള്ളൂ രാഷ്ട്രീയത്തെയും മതത്തെയും. കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാവുന്നുണ്ടോ? എന്താണ് ശരിക്കും അതിന്റെ ഒരു മാറ്റം കാണുന്നുണ്ടോ? സ്ത്രീകൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. ഒരു പക്ഷേ വളരെ ശക്തമായ രാഷ്ട്രീയ ബോധം ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിന്റെ ഇടയിലുണ്ട്. അത് എത്രത്തോളം പ്രകടിതം, അത് മറ്റേ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പ്രക്രിയകൾ അല്ലെങ്കിൽ അതിന്റെ അധികാര സ്ഥാനത്ത് വരുന്നവരെ പറ്റിയല്ല പറയുന്നത്. ഇവിടുത്തെ ഓരോ വിഷയത്തെ പറ്റിയും സ്ത്രീകൾക്ക് അഭിപ്രായമുണ്ട്. കൃത്യമായി നമുക്കത് ശബരിമല വിഷയത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപക്ഷെ പുരുഷനേക്കാൾ കൂടുതൽ ആവേശത്തോടെ അത്തരം വിഷയങ്ങളെ സമീപിച്ചിരുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയമായ കെട്ടുപാടുകൾക്ക് ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയമായ അറിവ് അവർക്കുണ്ട്, അതനുസരിച്ച് പെരുമാറാനും അവർക്ക് സാധിക്കും. പക്ഷേ ഈ രാഷ്ട്രീയമായ അറിവുകൾ ഒരു വിഷയം വരുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അതിൻ്റെ അഭിപ്രായം രൂപീകരിക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് അത് വോട്ട് ചെയ്യുന്നത് വരെ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു ഫലം അതിന് വരാതിരിക്കുന്നത്. ഓരോ വിഷയത്തെയും ഒരു സമീപിക്കും, പക്ഷെ ആത്യന്തികമായി വോട്ട് ചെയ്യുമ്പോൾ ഇത് വോട്ട് ചെയ്താലാണ് ഈ രാഷ്ട്രീയ മാറ്റം ഉണ്ടാവൂ എന്നുള്ളിടത്ത് വരെ അത് പിടിച്ചു നിൽക്കുന്നില്ല. ശബരിമല യുവതി പ്രവേശന വിഷയം ഒന്നും ശക്തമായ വിരോധം വന്നു, സർക്കാരിനെതിരെ സംസാരിച്ചു, ഒക്കെ ശരിയാണ്. ഇപ്പൊ ശബരിമല കൊള്ളയെ പറ്റി പറയുന്നു, ശക്തമായ വിരോധം ഒക്കെ വരും. ഓരോ വിഷയത്തിലും അവർ അതിശക്തമായി പ്രതികരിക്കും. പക്ഷെ ആത്യന്തികമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റെന്തൊക്കെയോ ചിന്താഗതികൾ കയറി വരികയും തെരഞ്ഞെടുപ്പിലൂടെ ഞാനാണ് ഇതൊക്കെ മാറ്റേണ്ടത് എന്നുള്ള എൻ്റെ അധികാരം തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നുണ്ട്. വോട്ടവകാശം എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു വലിയ അധികാരമാണ്, ഒരു വലിയ ആയുധമാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നു. ഈ ചർച്ചയിൽ ഒതുങ്ങുകയാണല്ല. ചർച്ചയും വേദനയൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചെയ്യുമ്പോൾ മറ്റെന്തൊക്കെയോ, ആരാണ് ചിരിച്ച്, എന്നെ കാണുമ്പോൾ ഇവരാണ് ചിരിക്കണത്, അല്ലെങ്കിൽ ഇങ്ങനെ അത്തരം ചില കാര്യങ്ങളിലേക്ക് അപ്പോൾ അത് ഒതുങ്ങുകയും വോട്ട് പോയി ചെയ്യുകയും ചെയ്യുകയാണ്. പിന്നെ ചെറിയ സംശയം, പിന്നെ എൻ്റെ വോട്ട് പാഴായി പോവുമോ, ഞാൻ വോട്ട് ചെയ്ത പാർട്ടി ജയിക്കില്ലിരിക്കും, ജയിക്കുന്നവർക്ക് വോട്ട് ചെയ്യുക, ജയിക്കുന്നവർക്കല്ലല്ലോ വോട്ട് ചെയ്യേണ്ടത്, ജയിക്കേണ്ടവർക്കല്ലേ വോട്ട് ചെയ്യേണ്ടത്. അത് ആ ഒരു ധാരണയിലേക്ക് എത്തുന്നില്ല. ടീച്ചർ ഇപ്പോൾ പുതിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ രാഷ്ട്രീയ മാറ്റമുണ്ട്, ചെറിയതല്ല വലിയതായ രാഷ്ട്രീയ മാറ്റമുണ്ട്. ഈ രാഷ്ട്രീയ മാറ്റം നിയമസഭ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ 3 വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആണ് പിന്നെ ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വരുന്നത്. 1 വികസനം, 2 സുരക്ഷ, 3 വിശ്വാസം. ഇത് 3ഉം വാസ്തവത്തിൽ ഈ ടീച്ചർ പ്രവർത്തിക്കുന്ന സംഘടനകളുടെയൊക്കെ അടിസ്ഥാന സ്വഭാവം തന്നെയാണ്. എന്തിനാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വികാസ സ്വഭാവം ഉണ്ടാവണം. അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ സമയത്തൊക്കെ ഉണ്ടായ കാഴ്ചപ്പാട് ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ അത് എങ്ങനെ ഹിന്ദു ഐക്യവേദിക്ക് അത് വോട്ടാക്കി, നേരത്തെ ടീച്ചർ പറഞ്ഞൊരു വലിയ പ്രശ്നം, വോട്ട് എന്നുള്ള ഘട്ടത്തിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുവരാൻ. അതെ, ഇവിടെ ഹിന്ദു ഐക്യവേദി എന്ന സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല, എല്ലാ മുന്നണിയെയും ഒരുപോലെ കാണണം എന്നും താല്പര്യമുള്ളവരാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടൊപ്പമല്ലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ചില വിഷയങ്ങളോടൊപ്പം അവർ നിൽക്കുമ്പോഴും നമുക്ക് അവരുടെ കൂടെ നിൽക്കാം. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഹിന്ദു സമൂഹം പറയുന്ന ഒരു കാര്യവും കേൾക്കില്ല. മാത്രമല്ല അവരെ ഒരു ശത്രുപക്ഷത്ത് നിർത്തും. അങ്ങനെ ശത്രുപക്ഷത്ത് നിർത്തുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ ഈ 3 വിഷയങ്ങൾ ഇത് കൈകാര്യം ചെയ്യാൻ ഇടത് വലത് മുന്നണികൾ തയ്യാറാകാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് മുന്നിൽ മറ്റൊരു ചോയ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് 2014 മുതൽ
ഭാരതത്തിലുണ്ടായ മാറ്റം, ഭാരതത്തിൻ്റെ വികസനം, ഭാരതത്തിൻ്റെ വിശ്വാസ സംരക്ഷണത്തിൽ വന്ന മാറ്റം, ഭാരതത്തിലെ മനുഷ്യരെ എല്ലാം മതത്തിനതീതമായി കണ്ടുകൊണ്ടൊരു ഭരണ സംവിധാനം ഇന്ന് പോകുന്നുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സംവിധാനം കേരളത്തിലും വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതിനുവേണ്ടി പ്രവർത്തിക്കാനും സന്മനസ്സുണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കാനും തയ്യാറാകുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ടീച്ചർ ഈ നേരത്തെ പറഞ്ഞ ഈ ശബരിമല ഇഷ്യൂവിലേക്ക് ഞാനൊന്ന് വന്നോട്ടെ. വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞ സമയത്തുള്ളതാണ്. ശബരിമലയിലെ ആവട്ടെ, കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങളിലാവട്ടെ, ടീച്ചർ പല സ്ഥലങ്ങളിലും പല വേദികളിലും സംസാരിക്കുമ്പോഴും പറയുന്ന കാര്യമാണ്, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഈ പൊതുസ്വത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് എന്നുള്ള ഒരു തോന്നൽ. അത് എങ്ങനെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത്, ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ അതിനൊരു ധൈര്യം ഉണ്ടാകുന്നു? അത് സമാജം വേണ്ടത്ര ശക്തി പ്രകടിപ്പിക്കാഞ്ഞിട്ട്, സ്വന്തം സ്വത്ത് കൈയേറുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടായാൽ സാധിക്കില്ല. ഇപ്പം നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അല്ലെങ്കിൽ മറ്റേ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ് ദിവാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ക്ഷേത്രങ്ങളെ ദേശസാൽക്കരിച്ചു. വരുമാനമുള്ള ക്ഷേത്രങ്ങളെ മുഴുവൻ 2009 കേണൽ മൺട്രോ ക്ഷേത്രങ്ങളെ മുഴുവൻ ദേശസാൽക്കരിച്ചു. ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം ഉണ്ടായത്? വരുമാനമുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ഭൂസ്വത്തടക്കം സർക്കാരിലേക്ക് കണ്ടുകെട്ടി. പിന്നീട് അത് തെറ്റാണ് എന്ന് കോടതി കണ്ടുപിടിച്ചപ്പോൾ അവസ്ഥ എന്താണ്ടായി വെച്ചാൽ, സർക്കാരിന് അറിയാൻ വയ്യ ക്ഷേത്രഭൂമി ഏതാ റവന്യൂ ഭൂമി ഏതാന്ന് തിരിച്ചറിയാൻ വയ്യാത്ത, അപ്പൊ അത്ര സ്വത്ത് അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്രതികരണം ഉണ്ടായില്ല. ഇത് പിടിച്ചെടുക്കുമ്പോൾ തന്നെ അതൊരു മതേതര സ്വഭാവത്തോടെ അല്ല ചെയ്തത്. അതേ സമയത്ത് തന്നെ പിന്നെ പള്ളികൾക്ക് ഇഷ്ടം പോലെ സ്വത്ത് ഇതേ രാജവംശത്തെ കൊണ്ട് കൊടുപ്പിച്ചിട്ടുണ്ട്. ഈ തിരുവിതാംകൂറിൽ തന്നെ ഹാർട്ട് ഓഫ് ദ സിറ്റി പരിശോധിച്ചാൽ ഒരു 200 ഏക്കറയോളം ചില ആരാധനാലയങ്ങളുടെയും അല്ലെങ്കിൽ ചില മതസംഘടനകളുടെയും കയ്യിലുണ്ട്. ഇത് നിൽക്കുമ്പോഴാണ് ഹിന്ദുവിൻ്റെ വരുമാനമുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ ദേശസാൽക്കരിച്ചു പോയത്. അവൻ്റെ വിഷമം വാതിലടച്ച് തീർത്തതേ ഉള്ളൂ. ആർക്കും മുന്നിൽ പ്രകടിപ്പിച്ചില്ല. അത്തരമൊരു വിഷയം ഉണ്ടെന്ന്, വിഷമമുണ്ടെന്നോ പ്രകടിപ്പിച്ചില്ല. ഐക്യ കേരളം വന്നതിന് ശേഷവും ഇതേപോലെ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആരെയാണ് ബാധിച്ചത്? ഇപ്പം ഇന്ന് കോടതി വിധി വന്നു എന്ന് നമ്മൾ കണ്ടു. അതായത് മറ്റേ ബിലീവേഴ്സ് ചർച്ചിന്റെ കയ്യിലുള്ള ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാൻ അധികാരമില്ല. ബിലീവേഴ്സ് ചർച്ച് അപ്പോൾ നോക്കുമ്പോൾ എത്ര 2000 ശിഷ്ടം ഏക്കർ ഭൂമിയാണ്. ഇവിടെ ഹിന്ദുവിന് 2 ഏക്കർ സ്വത്ത് കൈവശം വെക്കാൻ പറ്റാത്ത അവസ്ഥ ഭൂപരിഷ്കരണം കൊണ്ടുണ്ടാക്കി. ക്ഷേത്രങ്ങളുടെ ഭൂമി മുഴുവൻ ഭൂപരിഷ്കരണത്തിൽപ്പെട്ടു. തറവാടുകാരുടെ ഭൂമി മുഴുവൻ ഭൂപരിഷ്കരണത്തിൽപ്പെട്ടു. കാരണം എന്തായിരുന്നു? അത് തോട്ടമല്ല എന്നുള്ളതാണ്. നെല്ല്, തെങ്ങ്, പറങ്കിമാവ് ഈ 3 ഭൂപരിഷ്കരണത്തിൽപ്പെടുത്തിയത്. ഇത് 3 ചെയ്തിരുന്നത് ഹിന്ദുവാണ്. വളരെ പർപ്പസ്ഫുള്ളിയാണ് ചെയ്തത്. മറ്റതെല്ലാം തോട്ടവിള എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. വിവരം അറിഞ്ഞവരൊക്കെ 10 റബ്ബർ തൈ കൊണ്ടുവച്ചു. EMS-ൽ നിന്ന് ഇങ്ങനെ ഒരു ബില്ല് വരാൻ പോകുന്നു എന്ന് ചോർന്നറിഞ്ഞവരൊക്കെ പറമ്പിൽ കൊണ്ടുപോയി 4 റബ്ബർ തൈ കൊണ്ടുവച്ചിട്ട് അത് തോട്ടമാണ്. അപ്പൊ തോട്ടമാണെങ്കിൽ 2000-ഓ 5000-ഓ ഏക്കർ കൈവശം വെക്കാമെന്നും, അതേസമയം മലയാളിയെ അന്നമൂട്ടുന്ന നെല്ല് കൃഷി ചെയ്യുന്നവന് 5 ഏക്കർ കൈവശം വെക്കാൻ പാടില്ല എന്നും പറഞ്ഞത് ആരുടെ സ്വത്തില്ലാതാക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ അതിനെയൊക്കെ മൗനാനുവാദം കൊടുത്തത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹമാണ്. അവൻ ചോദിച്ചില്ല എന്തുകൊണ്ട് തോട്ടവിളകൾ ഇതിന്, തോട്ടത്തിൽ പണി ചെയ്യുന്നവന് അവകാശങ്ങളില്ലേ? അവനും ആ ഭൂമി കിട്ടിക്കൂടെ? അവന്റെ ഉടമസ്ഥതയിൽ അതാക്കിക്കൂടെ? കൂട്ടുടമസ്ഥതയൊക്കെയാണല്ലോ കമ്മ്യൂണിസം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തൊഴിലാളിയുടെ കൂട്ടുടമസ്ഥതയിലേക്ക് എന്തുകൊണ്ടാണ് ഈ റബ്ബർ എസ്റ്റേറ്റുകൾ മാറ്റിയില്ല? റബ്ബർ, ഏലൊക്കെ എന്തുകൊണ്ട് മാറ്റിയില്ല? അപ്പൊ ചിലരുടെ കയ്യിൽ ഇവിടുത്തെ ഭൂമി നിലനിൽക്കാനും മറ്റുള്ളവരെ നിർഗതി പിടിപ്പിക്കാനും വേണ്ടി നിയമം ഉണ്ടാക്കിയപ്പോൾ ഹൈന്ദവ സമൂഹം നോക്കി നിന്നു. ആ ധൈര്യം കൊണ്ടാണ് ഇന്ന് അയ്യപ്പനെ അടക്കം പൊളിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നത്. കാരണം അവർ നിസ്സംഗതയോടെ, നിർവികാരതയോടെ നോക്കി നിന്ന് പോകും എന്ന ധാരണയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ടീച്ചർ ഭൂമി ഏറ്റെടുത്ത കാര്യം പറഞ്ഞ സമയത്ത് സാക്ഷാൽ EMS ടീച്ചറിന്റെ നാടിനടുത്തുള്ള ഒരാളല്ലോ ഇങ്ങനെ സൂചന നൽകിയത്. അത് ഒരു ഭാഗം. ഇനി വേറൊരു കാര്യം കൂടി ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചയിലേക്ക് പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ടീച്ചർ, ഈ സ്വർണ്ണ കടത്ത്, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കടത്ത് ഉൾപ്പെടെയുള്ള കേസുകൾ, അതിന്റെ ഒരു പരിണാമഗതി എങ്ങനെയായിരിക്കാം? വലിയ പ്രതീക്ഷയില്ല. കാരണം ഈ അന്വേഷണം നമ്മൾ ആരും ആഗ്രഹിക്കുന്ന വിധത്തിലല്ല പോകുന്നത്. എൻ്റെ ഭയം കുറച്ചു കഴിഞ്ഞാൽ ശബരിമലയിൽ സ്വർണ്ണേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിലേക്ക് എത്തും. ഈ കേസ് കോടതിയിലെത്തും. കാരണം കോടതിക്ക് വേണ്ടത് തെളിവാണ്. കോടതിക്ക് വിശ്വാസം ഒന്നും പറഞ്ഞിട്ടില്ല, തെളിവാണ്. അപ്പൊ അവിടെ സ്വർണം പൂശിയിരുന്നുള്ളതിന് എന്ത് രേഖയുള്ളത്? സ്വർണമേ ഇല്ല എന്ന് വന്നവരാരും പ്രതികളാണ്. ഇപ്പൊ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ ഇവർ ഓരോരുത്തർ പുഷ്പം പോലെ ഇറങ്ങിപ്പോരും. കാരണം ഇവരെ ദീർഘകാലം അവിടെ പിടിച്ചിടാൻ പറ്റില്ലല്ലോ. ബെയിലാണല്ലോ നിയമം, ജാമ്യം കൊടുത്തുകൊള്ളണമെന്നാണല്ലോ നിയമം. അപ്പൊ അത് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായ ജാമ്യം അവർക്ക് കിട്ടും, അവർ പുറത്തിറങ്ങും. ഈ അനുഭവിച്ചതിന് അപ്പുറത്തിനി ഒന്നും വരാനില്ല. ഈ കേസ് ഒന്നും കോടതിയിൽ തെളിയിക്കപ്പെടുമെന്ന് ഉള്ള യാതൊരു പ്രതീക്ഷയും എന്നെ സംബന്ധിച്ചില്ല. കാരണം അങ്ങനെയാണ് കേസന്വേഷണം പോണത്, അങ്ങനെയാണ് ഇതിൻ്റെ ഗതിവിഗതികൾ മുഴുവൻ നീളുന്നത്. അതുകൊണ്ട് പോയത് എന്നേക്കുമായി പോയി എന്നും ഇനിയും കക്കാനുള്ളവർക്ക് ധൈര്യം ഉണ്ടാക്കി കൊടുക്കത്തക്ക വിധത്തിൽ ചിലപ്പോൾ കോടതി നടപടികൾ പോലും അവസാനിച്ചേക്കുമോ എന്ന ന്യായമായ ഭയം ഉള്ളിലുണ്ട്. കാരണം ഈ അന്വേഷണം ഒന്നും ഇപ്പോഴും നമുക്ക് ആരാണ് കട്ടത്, ആർക്കാണ് അതിൻ്റെ മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത്, എവിടെയാണിത്, ഇതൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. ശരിയാണ്.
എത്ര കൊണ്ടുപോയി, ആര് കൊണ്ടുപോയി, ആരെടുത്തു, എന്തൊക്കെയോ പൊന്തമേ തല്ലുന്നു. ഇന്ന് ഇയാൾ അറസ്റ്റ് ചെയ്യാൻ തോന്നിയാൽ ആ ആളെ അറസ്റ്റ് ചെയ്യണം. അയാൾ എന്താ ചെയ്തേ പറയാൻ വയ്യ, നമുക്ക് കോടതിയിൽ തെളിയിക്കത്തക്ക ഒരു കാര്യങ്ങൾ പറയാൻ വയ്യ. അപ്പോൾ വെറുതെ കുറച്ച് കാലം ഭക്തരെ മനസ്സിനെ സമാധാനിപ്പിക്കാം എന്നതിനപ്പുറത്ത് ഈ കേസ് തെളിയിക്കപ്പെടും എന്നോ ഇത് തിരിച്ചു കിട്ടുമെന്നോ ഒന്നുള്ള ഒരു വിശ്വാസവും എനിക്ക് തോന്നുന്നില്ല. പരിഹാരം ഇതൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ബന്ധപ്പെട്ടവർ, ഇപ്പൊ കട്ടവരെന്നെയാണ് അന്വേഷിക്കണം. കട്ടവര് തന്നെ. കാരണം കട്ടവരെ തെരഞ്ഞെടുത്തത് ആര്? സർക്കാർ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കേരള സർക്കാർ. അപ്പോൾ അവരെ മറികടന്നൊരു അന്വേഷണം പോകും. ആര് അറസ്റ്റ് വേണം എന്നുള്ളത് തിരക്കഥ മെനയുകയും അവരെന്ത് കോടതിയിൽ പറയണം, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ പോകണം എന്നുള്ളത് ശരിക്കും ഒരു നാടകത്തിൻ്റെ ഒക്കെ അത് പഠിപ്പിക്കുന്നത് പോലെ, സംഭാഷണം പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചു വിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുള്ള സമയം കൊടുക്കുന്നത്. ഇന്ന ആൾ അറസ്റ്റ് ചെയ്തെന്ന് വാർത്ത കേട്ടാൽ 30 ദിവസം കഴിഞ്ഞ അറസ്റ്റ്, ആ ദിവസം കൊണ്ട് അവർ എന്ത് പറയണമെന്നും എന്ത് മുക്കണമെന്നും കൃത്യമായി അവർക്ക് വിവരം കിട്ടിയതിന് ശേഷമാണ് എല്ലാം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു പ്രതീക്ഷയും ഈ വിഷയത്തിലില്ല. ഇതൊരു സ്വതന്ത്ര ഏജൻസി അന്വേഷിച്ചാലല്ലാതെ, അതും ഏറെ വൈകാതെ അന്വേഷിക്കണം. മാറാട് പോലെ ആവരുത്. മാറാട് ഹിന്ദുവിൻ്റെ ജീവൻ പോയിട്ട് അതിന് പുല്ലുവില ഉണ്ടായത്. പുറത്തൊരു ഏജൻസി അന്വേഷിക്കാൻ എത്ര കാലം കഴിഞ്ഞു. അത്രയും കാലം കഴിഞ്ഞ് ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരം കൊടുക്കാൻ പറ്റുന്നവർ ജീവിച്ചിരിക്കെങ്കിലും വേണ്ടേ? അത്രയും കാലം കഴിഞ്ഞ ഒരു അന്വേഷണം കൊണ്ട് പിന്നെ അന്വേഷണം ഉണ്ടോ എന്ന് വെച്ചാൽ അന്വേഷണം ഉണ്ട്, പക്ഷേ ആരെങ്കിലും സ്വാഭാവികമായി നീതി കിട്ടില്ല. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടവരും തെളിവ് കൊടുക്കാൻ പറ്റുന്നവരും, അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം. എല്ലാം കഴിഞ്ഞ് ആ മാറാപ്പ് കൊണ്ടുപോയി കേന്ദ്ര ഏജൻസിയുടെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പം അങ്ങോട്ടാണ് ചിലപ്പോൾ പോവുക. എല്ലാം കുളമാക്കി വെച്ച് അവസാനം നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഇതൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണു എന്ന് പറഞ്ഞാൽ അവർ പോലും നിസ്സഹായരായി പോകും. കാരണം മുഴുവൻ തെളിവ് നശിപ്പിച്ച് അങ്ങോട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് തെളിവ് നശിപ്പിക്കുന്നതിന് മുമ്പേ തെളിവ് കൊടുക്കാവുന്നവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ടീച്ചറെ, വിദ്യാർത്ഥിയായിരിക്കെ കലോത്സവ വേദിയിലെ ഒരു ഗംഭീര പ്രഭാഷക, ഒരു പ്രസംഗ മത്സരങ്ങളിലെ വിജയി, അത് കഴിഞ്ഞ് അധ്യാപികയായിരിക്കുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ സാമൂഹിക പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുന്നു. പാഠങ്ങൾ, ഈ 3 കാലത്തെ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ടീച്ചർ? അങ്ങനെ ജീവിച്ചു പോകുന്നതിനപ്പുറത്ത് കൃത്യമായൊരു പാഠം അങ്ങനെയൊന്നുമില്ല. കാരണം എൻ്റെ മനസ്സിലൊന്നേ ഉള്ളൂ, ഇതിൽ ഏത് രംഗത്ത് നിൽക്കുമ്പോഴും പരമാവധി ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുക, കഴിയുന്നതും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. അതാണ് വലിയ. അത് പഠിപ്പിക്കുമ്പോഴാവും ഒരു കുടുംബിനിയാകുമ്പോഴും നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും, ഒരു വീട്ടിലേക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിൻ്റെ മാക്സിമം ചെയ്യണമെന്ന വാശിക്കാരിയാണ് ഞാൻ. അതുപോലെ സമാജത്തിന് എന്നെ കൊണ്ട് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതിൻ്റെ മാക്സിമം ചെയ്യണം. ഒരു സ്റ്റേജിലെത്തിയാൽ, അത് പണ്ട് മത്സരത്തിന് പോകുമ്പോഴും എൻ്റെ മാക്സിമം അവിടെ എടുത്ത് പ്രയോഗിക്കണം. അപ്പം ആ മാക്സിമം ചെയ്യുക, അത് തെറ്റില്ലാതെ പരമാവധി. തെറ്റുകൾ മറ്റുള്ളവർ കണ്ടെത്തിക്കോട്ടെ, എനിക്ക് എന്നെ കുറ്റപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജീവിച്ചു പോവുക. അതിലപ്പുറം പാടുമെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ഇത്രയും നേരം ജന്മഭൂമിയുടെ ചാനലിന് വേണ്ടി സംസാരിച്ച ടീച്ചർക്ക് പ്രണാമം. ഇനി വീണ്ടും കാണാം. നമസ്കാരം.